അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഫുഡ് MH റെസിപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർ അനുഭവിക്കുന്ന അടുക്കളയിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ്. ദോശ ഉണ്ടാക്കുമ്പോൾ മാവൊഴിച്ചാൽ പാനിൽ നിന്നും ഒരു വശത്തേക്ക് മാത്രം ഒഴുകിപ്പോകുക, അല്ലെങ്കിൽ ചപ്പാത്തിയോ പത്തിരിയോ ഉണ്ടാക്കുമ്പോൾ പാൻ അടുപ്പിൽ ഉറച്ചു നിൽക്കാതെ ഇളകിപ്പോകുകയോ ആടുകയോ ചെയ്യുക. ഇതിനൊക്കെ ഉണ്ടാകുന്ന കാരണവും അതിന്റെ പരിഹാരവുമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഈ പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. പാൻ കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ അതിന്റെ നടുവിൽ കുഴിയോ വളവോ രൂപപ്പെടാം. അതുകൊണ്ടാണ് പാൻ അടുപ്പിൽ നേരെ നിൽക്കാത്തതും മാവ് ഒഴിക്കുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഒഴുകിപ്പോകുന്നതും. ഇതിന് ഒരു എളുപ്പ പരിഹാരമുണ്ട്. എന്താണെന്നല്ലേ? വളവ് വന്നിരിക്കുന്ന ഭാഗം മനസ്സിലാക്കിയ ശേഷം ദോശ ഉണ്ടാക്കുന്ന പാൻ ചൂടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം വളവുള്ള ഭാഗത്തിന്റെ ഓരോ വശങ്ങളിലും ഓരോ കാല് വെക്കുക. അങ്ങനെ ഒരേപോലെ സമ്മർദ്ദം കൊടുക്കുക. അധികം ബലം കൊടുക്കാതെ പതുക്കെ ഒരേ രീതിയിൽ പ്രഷർ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളവ് ക്രമേണ കുറയുകയും പാൻ ലെവലാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തതിനു ശേഷമുള്ള നമ്മുടെ ദോശക്കല്ല് നോക്കൂ, ആടുകയോ അനങ്ങുകയോ ചെയ്യുന്നില്ല. ദോശമാവ് ഒഴിക്കുമ്പോൾ ഒരു വശത്തേക്ക് ഒഴുകിപ്പോകുന്നുമില്ല. ഇനി നമ്മുടെ ദോശക്കല്ലിന്റെ നടുഭാഗം കുഴിഞ്ഞിരിക്കുന്നതിനാൽ ദോശ ശരിയായ രീതിയിൽ പരത്താൻ കഴിയുന്നില്ലെങ്കിൽ ദോശക്കല്ല് കമിഴ്ത്തി വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ദോശക്കല്ലിന്റെ നടുഭാഗത്ത് കയറി നിൽക്കുക. രണ്ട് കാലും ഉപയോഗിച്ച് പതുക്കെ സമ്മർദ്ദം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുഴിഞ്ഞ ഭാഗം പഴയ രൂപത്തിലാവുകയും ദോശ പരത്താൻ കൂടുതൽ സമനിലയുള്ള പ്രതല ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ദോശക്കല്ലിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. അല്ല, ഇത് അധികമാർക്കും അറിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉപ്പ് കട്ട പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. വായുവിലെ ഈർപ്പം ഉപ്പ് വലിച്ചെടുക്കുന്നതിനാലാണ് ഉപ്പ് കട്ട പിടിക്കുന്നത്. പലർക്കും ഇതൊരു സ്ഥിരം പ്രശ്നമാണ്. അതിനായി എളുപ്പം ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ജാറിലോ ബോട്ടിലിലോ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പിന്റെ ഒരു സൈഡിൽ അല്പം അരിമണികൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ടിഷ്യൂ പേപ്പർ മടക്കി അതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പിൽ അധികമായി വരുന്ന ഈർപ്പം ഇവ വലിച്ചെടുക്കുകയും ഉപ്പ് കട്ടപിടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉള്ളി അരിയുമ്പോൾ അതിലെ കോശങ്ങൾ പൊട്ടി സൾഫർ അടങ്ങിയ ഒരു വാതകം പുറത്തേക്ക് വരുന്നു. ഈ വാതകം കണ്ണിലെത്തുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും അതിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാനായി നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ചാടാതിരിക്കാനായി ഉള്ളി അരിയുന്നതിന് 10-15 മിനിറ്റ് മുമ്പേ നമുക്ക് ഉള്ളിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. 10-15 മിനിറ്റിന് ശേഷം ഉള്ളി അരിയുമ്പോൾ തണുത്തത് കാരണം അതിന്റെ സൾഫർ വാതകം പുറത്തുവിടുന്നത് കുറച്ച് കുറയുകയും ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നത് ഒഴിവാക്കുകയും ചെയ്യും. നമ്മൾ വീട്ടമ്മമാർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഫ്രിഡ്ജ് കേടായാലോ വൈദ്യുതി ഇല്ലാതായാലോ മുറിച്ച തേങ്ങ കേടാവുന്നത് ഒരു സാധാരണ പ്രശ്നമാണ്. ഇതിനുള്ള പ്രധാന കാരണം മുറിച്ച തേങ്ങയുടെ ഭാഗത്ത് വായു കടക്കുമ്പോൾ വായുവിലുള്ള സൂക്ഷ്മാണുക്കളും ബാക്ടീരിയകളും അതിൻ്റെ ഉപരിതലത്തിൽ പതിയുന്നു. വായുവിലെ ഈർപ്പവും ചൂടും ഇവയുടെ വളർച്ചയെ വേഗത്തിലാക്കുന്നു. അതിൻ്റെ ഫലമായി തേങ്ങയിൽ പൂപ്പലും ബാക്ടീരിയയുടെ വളർച്ചയും കാരണം തേങ്ങ പെട്ടെന്ന് കേടാവുന്നു. ഇത് ഒഴിവാക്കാനായി നമുക്ക് തേങ്ങയുടെ മുറിച്ച ഭാഗത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടിക്കൊടുക്കുക. അതിനുശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ടു നന്നായി അടച്ചു തണുപ്പും തണലുമുള്ള ഭാഗത്ത് സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തേങ്ങാമുറികൾ ദിവസങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാം. ഇനി മഴക്കാലമാവുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളുടെ യൂണിഫോമിലും മറ്റു വസ്ത്രങ്ങളിലും കടുത്ത ചളികളും കറകളും പിടിക്കുന്നു. എത്ര കഴുകിയാലും മാറാത്ത ഈ കറകൾ എങ്ങനെ എളുപ്പത്തിൽ നീക്കി പുതുവസ്ത്രം പോലെ ആക്കാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ചളി ഉണങ്ങാൻ അനുവദിക്കാം. അതിനുശേഷം ഉണങ്ങിയ ചളി നമുക്ക് കൈകൊണ്ട് തട്ടിമാറ്റാം. കറയുള്ള ഭാഗത്ത് അല്പം വെള്ളം നനച്ചതിന് ശേഷം ലിക്വിഡ് ഡിറ്റർജന്റ് ഒഴിച്ച് നന്നായി ഉരച്ച് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റിവെക്കാം. 10
10-15 മിനിറ്റിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി ഉരച്ച് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം നനച്ചു അല്പം ഡിറ്റർജൻറ്റ് പൗഡർ യൂസ് ചെയ്ത് നന്നായി ഉരച്ച് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്തു നോക്കൂ, നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ക്ലീനായി. മഴക്കാലത്ത് പലരും നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അലക്കി ഉണക്കിയ ഡ്രസ്സുകളിൽ ഒരു തരം ദുർഗന്ധമുണ്ടാകുന്നത്. മഴക്കാലത്ത് വായുവിലെ ഈർപ്പം കൂടുതലായതിനാൽ വസ്ത്രം നന്നായി ഉണങ്ങാതെ വസ്ത്രത്തിലെ ഈർപ്പം അവശേഷിക്കും. ഈ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ബാക്ടീരിയയും ഫംഗസും വളരുന്നതിനാലാണ് വസ്ത്രം നന്നായി ഉണങ്ങിയെന്ന് നമുക്ക് തോന്നിയാലും ദുർഗന്ധമുണ്ടാകുന്നതിന് പ്രധാന കാരണം. ഇത് ഒഴിവാക്കാൻ വസ്ത്രങ്ങൾ വായുസഞ്ചാരമുള്ള സ്ഥലത്ത് പൂർണ്ണമായി ഉണക്കുക. സൂര്യപ്രകാശം ലഭിക്കുന്ന ദിവസങ്ങളിൽ കുറച്ചു നേരം വെയിലത്ത് ഇടുന്നതും നല്ലതാണ്. കൂടാതെ വസ്ത്രങ്ങൾ നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മടക്കി അലമാരയിൽ സൂക്ഷിക്കാവൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ വസ്ത്രങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടാകുന്നത് കുറക്കാം. ഇനി കോട്ടൺ ഡ്രസ്സുകളിലാണ് കറുത്ത കറകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഡ്രസ്സിന്റെ സ്വഭാവം നോക്കി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില ഡ്രസ്സുകൾക്ക് തിളച്ച വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലാത്ത ഡ്രസ്സുകൾ നന്നായി തിളച്ച വെള്ളത്തിൽ അല്പം വിനാഗിരിയും സോഡാപ്പൊടിയും ചേർത്ത് ഈ ഡ്രസ്സ് മുക്കി വെക്കാവുന്നതാണ്. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഡ്രസ്സ് എടുത്ത് ഡിറ്റർജന്റ് പൗഡർ ഉപയോഗിച്ച് നന്നായി കഴുകിയെടുക്കുമ്പോൾ പുതിയ ഡ്രസ്സ് പോലെ നമുക്ക് കാണാൻ കഴിയും. എന്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ഒരു ലൈക്കും നല്ലൊരു കമന്റും തരുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.